ഡോക്ടർ, നമ്മളിപ്പോൾ CBCT എന്നുള്ളൊരു ടെക്നിക്ക് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. എന്താണ് ഈ CBCT എന്ന് പറഞ്ഞ ഒരു നൂതനമായ ഒരു സ്കാനിങ് വിദ്യയാണ്, ഒരു സ്കാനിങ് ടെക്നോളജിയാണ്. ഇപ്പം നമ്മൾ ഈ ഡെന്റൽ സ്കാനിങ്ങിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ന്യൂവസ്റ്റ് മെത്തേഡാണ്. അതായത് നമുക്ക് നേരത്തേക്ക് നമ്മൾ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സ്റേസിലായിരുന്നു, അതൊരു 2D ഇമേജിംഗ് ആണ്. ഇപ്പോൾ നമ്മളൊരു 3D ഇമേജിങ്ങിലോട്ട് വന്ന്, അതായത് നമുക്ക് ഒരു 3D സ്ട്രക്ചർ പല്ലിൻ്റെയും അതിന് ചുറ്റുമുള്ള എല്ലിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തെ അസ്ഥികളുടെയൊക്കെ ഒരു 3 ഡയമെൻഷണൽ ഇമേജ് നമുക്ക് CBCT വഴി നമുക്കിപ്പോൾ ലഭിക്കുന്നതാണ്. അപ്പോൾ CBCT നമ്മൾ ഡെന്റൽ എക്സ്റേയിൽ നിന്ന് ഡിഫറെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ലൈക്ക് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയായിരിക്കും? യൂഷ്വലി നമ്മൾ സാധാരണ ഡെന്റൽ എക്സ്റേ എന്ന് പറഞ്ഞാൽ ഒരു 2D ഇമേജിംഗ് ആണ്. അതിനകത്ത് നമുക്ക് എല്ലിൻ്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു വ്യാപ്തിയോ അല്ലെങ്കിൽ അതിനുള്ള ഒരു ഡയമെൻഷൻസ് അളവുകളൊന്നും കൃത്യമായി ഒരിക്കലും കിട്ടില്ല. അതായത് ചെറിയ ചെറിയ ചേഞ്ചസ്, പൊട്ടലുകൾ, അതുപോലുള്ള ട്യൂമേഴ്സ്, അതിൻ്റെയൊക്കെ ഏർലി ഇനിഷ്യൽ സ്റ്റേജസ് അതൊന്നും നമുക്ക് യൂഷ്വലി എക്സ്റേസിൽ വിസിബിൾ അല്ല, 2D ഇമേജസിനകത്ത് നമുക്ക് ലഭിക്കത്തില്ല. അപ്പം നമ്മൾ നേരത്തെയൊക്കെ ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ CTയിലാണ് റിലേ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് ഈ 3 ഡയമെൻഷനായിട്ടൊരു ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെഡിക്കൽ CTയിലായിരുന്നു. ഇപ്പം നമുക്ക് ഡെന്റലിൽ തന്നെ നമുക്ക് ഈ ഒരു 3D ഇമേജിംഗ് ടെക്നിക്ക് ഉണ്ടായത് നമുക്ക് വളരെയധികം ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് അതിന്. അതിനകത്ത് മെയിൻ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ്പെഷ്യലി റേഡിയേഷൻ ഡോസ് റിഡക്ഷൻ ആണ്. അതായത് കമ്പയർഡ് ടു മെഡിക്കൽ CT എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 40 മുതൽ 90% വരെ ഈ സെയിം സൈറ്റിനകത്ത് തന്നെ എക്സ്റേ റേഡിയേഷനകത്ത് ഒരു റിഡക്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പ്രസിഷൻ, ആക്യുറസി, അതായത് നമുക്ക് കൃത്യമായി എവിടെ നിന്നാണ് ഒരു ലീഷൻ ഉണ്ടെങ്കിൽ തന്നെ കൃത്യമായി അത് എവിടെ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഞരമ്പുകളുമായിട്ടുള്ള പല്ലിൻ്റെയൊക്കെ ഞരമ്പുകളുമായിട്ടുള്ള ബന്ധം, അത് റൂട്ട് കനാൽസ് എല്ലാം പ്രോപ്പറായിട്ട് നമുക്ക് വിസിബിൾ ആവും. പിന്നുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പേഷ്യൻ്റ് കംഫർട്ടബിൾ ആണ്. അതായത് നമുക്ക് യൂഷ്വലി CT ഒക്കെ എടുക്കണമെങ്കിൽ പേഷ്യൻറ്റിനെ കിടത്തിയൊക്കെയാണ് യൂഷ്വലി എടുക്കാറ്. ബട്ട് ഇവിടെ നമുക്ക് പേഷ്യൻ്റ് ഏതാണോ കംഫർട്ടബിൾ, സിറ്റിങ്ങിൽ തന്നെ കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്ക് ഇരുത്തി തന്നെ എടുക്കാം. അതുപോലെ തന്നെ സ്റ്റാൻഡിങ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം. അതുപോലെ തന്നെ ഫാസ്റ്റ് ആണ്, അതൊരു 2 to 3 മിനിറ്റ്സ് തന്നെ നമുക്ക് ഈ സ്കാൻ നമ്മുടെ കയ്യിൽ ലഭിക്കും. അതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. പേഷ്യൻറ്റിന് ഒരുപാടൊരു പ്രിപ്പറേഷനോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല.